നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയയെ പറ്റിയാണ്. ഇപ്പം മോസ്റ്റ് പ്രോബബ്ലി ഇപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു കേസാണ് ഓസ്ട്രേലിയയുടെ വോയിസ് പിന്നെ ബ്രേക്ക് ആയി പോയോ? എക്കോ പോലെയാണ് കേൾക്കുന്നത്. ഇപ്പൊ എക്കോ ഉണ്ടോ? ഓക്കെ. അത് ചെറിയൊരു നമുക്ക് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ വന്നപ്പോൾ ജസ്റ്റ് നമ്മൾ പ്ലേസ് ചേഞ്ച് ചെയ്തിരുന്നതാണ്. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. ഇപ്പോഴോ? സ്ക്രീൻ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയനെ പറ്റിയാണ്. ഓസ്ട്രേലിയ അപ്പം നമ്മുടെ ഇപ്പം കറണ്ട് സിനാരിയോയില് ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത് ഒരു കേസാണ് ഈ ഓസ്ട്രേലിയൻ കേസ് എന്ന് പറഞ്ഞത്. ഓസ്ട്രേലിയൻ കൺട്രിയെ പറ്റി പറയുകയാണെങ്കിൽ അത് ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഓൾറെഡി അറിയാം UK, കാനഡ ഒക്കെ നമുക്ക് ഇപ്പം മേജറായിട്ട് സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്ന കൺട്രീസ് ആയിരുന്നു. പക്ഷേ അവിടെ മേജർ ലോ ചേഞ്ചസ് വന്നിരിക്കുന്ന, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചേഞ്ചസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ ഇമിഗ്രേഷന്റെ ആ ഒരു ഹൈപ്പ് കാരണം തന്നെ സ്റ്റുഡൻസ് ഇപ്പം വേറെ കൺട്രീസ് ഒക്കെ ചൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇപ്പം നമുക്ക് ഇപ്പം ഒരു ഇന്റർനാഷണൽ സ്റ്റഡീസ് നമുക്ക് മൂവ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന നിലയ്ക്ക് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ചേഞ്ച് നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കൺട്രിയാണ് ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഈ ഓസ്ട്രേലിയയുടെ കേസിൽ നമുക്ക് നോർമലായിട്ട് സ്റ്റുഡൻസ് ഒക്കെ പറയുമ്പം ചാടിക്കയറി പറയും ഫണ്ട് ഇഷ്യൂ ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ ഇഷ്യൂസ് അതൊക്കെ പറയും. പക്ഷെ നമുക്ക് ബേസിക് ആയിട്ട് സ്റ്റുഡൻസിന്റെ അടുത്ത് ഓസ്ട്രേലിയയെ പറ്റി പറയുവാണെങ്കിൽ തന്നെ ഫണ്ടിന്റെ കേസിനേക്കാളും കൂടുതൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ ഓസ്ട്രേലിയ വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സാണ്. നമുക്കൊരു സ്റ്റുഡൻസ് നോർമലായിട്ട് എപ്പോഴും പറയുന്നത് ഒന്ന് പാർട്ട് ടൈം ജോബ് അല്ലെങ്കിൽ കോഴ്സ് പോകുമ്പോൾ ഫിനാൻഷ്യലി അവർക്ക് എന്തെങ്കിലും കേപ്പബിൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് ഉള്ള കൺട്രീസ് മാത്രമേ അവർ ചൂസ് ചെയ്യാറുള്ളൂ. ഇപ്പൊ നമുക്കൊരു ഹൈ പ്രൊഫൈൽ ഒരു സ്റ്റുഡന്റിന് ഒരു ഹൈ വാല്യൂ കിട്ടുന്ന ഒരു കൺട്രി എന്ന നിലയ്ക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ബേസിക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കൺട്രീസിലെ പോലെ തന്നെ ബേസിക് ആയിട്ട് കുറെ ക്വാളിഫിക്കേഷൻസ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എപ്പോഴും സ്റ്റുഡൻസ് നോർമലായിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന കേസുകളാണ് ഈ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മളിവിടെ ജസ്റ്റ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് എപ്പോഴും ഓസ്ട്രേലിയൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇപ്പം നമുക്ക് ഇപ്പം ഹോൾ വേൾഡ് എടുത്ത് നോക്കുവാണെങ്കിൽ യൂണിവേഴ്സിറ്റി റാങ്കിങ് ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് എപ്പോഴും കാണാം യൂണിവേഴ്സിറ്റി റാങ്കിങ് ലിസ്റ്റ് ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസിന് ഒരു പർട്ടിക്കുലർ പോയിന്റ് റാങ്കിങ് എപ്പോഴും ഉണ്ട്. അത് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും അല്ലാണ്ട് ഓപ്ഷൻസ് ആണെങ്കിലും നമുക്ക് സ്റ്റുഡൻസിന് ഒരു നല്ല ചോയ്സ് ആയിട്ട് നമുക്ക് ഏത് കോഴ്സ് എടുത്ത് ഏത് കോഴ്സിന് അതിന്റെ ആ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ, ഏരിയസ്, റീജിയൻസ് നമുക്ക് എടുത്തു കൊടുക്കാൻ എപ്പോഴും സ്റ്റുഡൻസിന് പറ്റും. അതായത് ബേസിക് ക്വാളിഫിക്കേഷൻസ് ആയിട്ടുള്ള നമ്മുടെ എല്ലാം നമ്മൾ 5 ഫിറ്റ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെയാണ് നമുക്ക് ഈ ഓസ്ട്രേലിയയുടെ കേസിൽ. പാർട്ട് ടൈം ഓപ്ഷൻസ് ആണെങ്കിലും പിന്നെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുടെ കേസ്, പിന്നെ PR ഓപ്ഷൻസ് വരുന്നത്, ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് സ്റ്റുഡൻസിന് കിട്ടുന്ന ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയ. ബേസിക്കലി നമ്മൾ പോകുന്ന പോയിന്റ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വെയ്വർ ഓപ്ഷൻസ് അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ IELTS PT ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ വെയ്വർ ഓപ്ഷൻ കിട്ടില്ലാത്തൊരു കൺട്രിയാണ് ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. അത് നമ്മൾ എപ്പോഴും എല്ലാ സ്റ്റുഡൻസിന്റെ അടുത്തും പറയുന്ന കേസാണ്. അപ്പം ഓസ്ട്രേലിയയുടെ കേസിൽ വരുമ്പോൾ മിനിമം സ്കോറെങ്കിലും മീറ്റ് ചെയ്യണം. ലാംഗ്വേജ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് അവർ കമ്പൽസറി ആയിട്ട് നോക്കുന്ന ഒരു പോയിന്റ്. അതിൻ്റെ അകത്ത് തന്നെ യൂണിവേഴ്സിറ്റികൾ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരൊരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ഫസ്റ്റ് ഒന്നെന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള അതിന്റെ ഫിനാൻഷ്യൽ ഇത് നോക്കും. അതുപോലെ തന്നെ സെക്കൻഡറി ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവർ നോക്കുന്നത് ഈ ലാംഗ്വേജ് ആണ്. ഈ IELTS നമ്മൾ IELTS ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും സ്റ്റുഡന്റ് പ്രോപ്പർ ആയിട്ട് അവർക്ക് ഇന്റർവ്യൂവിന് പ്രോപ്പർ ആയിട്ട് അപ്പിയർ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ലാംഗ്വേജിൽ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റുഡന്റിന് ചിലപ്പോഴാണെങ്കിൽ നമുക്കൊരു ഒരു നെഗറ്റീവ് എഫക്ട് കിട്ടാവുന്ന ഒരു ഇതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. പിന്നെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് എപ്പോഴും മേജറായിട്ട് PG UG മാസ്റ്റേഴ്സ് ഒക്കെ നോക്കുന്നെങ്കിലും നമുക്ക് PG ഡിപ്ലോമ കോഴ്സുകൾ അല്ലെങ്കിൽ പാത്വേ ഓപ്ഷൻസ് ഒക്കെ ഉള്ളൊരു ഓപ്ഷനാണ് നമുക്ക് ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയിൽ ഡിപ്പെൻഡ് ഓൺ സ്റ്റുഡന്റിന്റെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്കൊരു പർട്ടിക്കുലർ കോഴ്സിന്റെ തന്നെ ഇപ്പൊ മാസ്റ്റേഴ്സും
PG ആൻഡ് PG ഡിപ്ലോമ ഇത് ഓപ്ഷൻസ് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കേസാണ്. മോസ്റ്റ് പ്രോബബ്ലി സ്റ്റുഡൻസ് ഒക്കെ ഫിനാൻഷ്യലി ഒക്കെ ആണ്, എന്നാൽ ഒരു ഹൈ ലെവലിൽ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിപ്ലോമ കോഴ്സ് വെച്ച് 1 year കോഴ്സ് ഒക്കെ ഉണ്ട് അവൈലബിൾ ആയിട്ടുള്ള, അത് വെച്ച് നമുക്ക് ഓപ്ഷൻസ് സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറെ കേസ് വരുന്ന ഈ ഡെഡ് ലൈൻസിന്റെ കേസൊക്കെ വരുന്നത് നോർമലായിട്ട് എല്ലാ കൺട്രീസിലും ഒരു നമുക്ക് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റുഡന്റ് ഒരു ഇത്ര 1 monthനുള്ളിൽ കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം, ഇത്ര ടൈമിനുള്ളിൽ ബാക്കി പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെയാണ്. ബാക്കി കൺട്രി UK ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത്ര ഡെഡ് ലൈൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഡെഡ് ലൈൻ കഴിഞ്ഞിട്ട് 2 month ഇപ്പം ആള് യൂണിവേഴ്സിറ്റി ക്ലാസ് തുടങ്ങുന്നതിന് ഒരു 2 മാസം മുന്നേ ബാക്കിയെല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ അതിൽ ഇച്ചിരി ചേഞ്ച് വരുന്നുണ്ട്. അതായത് ഡെഡ് ലൈൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ ജാനുഡേക്ക് ആണെങ്കിൽ ജാനുഡേക്കിന്റെ എൻഡിലൊക്കെ ബാക്കി എല്ലാ കേസും ഓക്കെ ആണെന്നുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ, യൂണിവേഴ്സിറ്റി വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ, ഡോക്യുമെന്റ്സ് ഒക്കെ ഓക്കെ ആണെങ്കിൽ, ചിലപ്പോൾ ഒരു 1 weekന്റെ ഗ്യാപ്പ് ആണെങ്കിൽ ആ 1 week യൂണിവേഴ്സിറ്റി ഓക്കെ ആക്കി വെക്കും. ഡെഡ് ലൈൻസിന് നമുക്കൊരു മാക്സിമം ടൈം ലിമിറ്റ് ഉണ്ട് ഡെഡ് ലൈൻസ് പേര് മാത്രം. പിന്നെ എൻട്രി റിക്വയർമെന്റ്സ് ആയിട്ട് ഇവര് നേരത്തെ വലിയ ഇഷ്യൂസ് ഇല്ലായിരുന്നു, പക്ഷെ പുതിയൊരു അപ്ഡേഷൻ അനുസരിച്ച് എൻട്രി റിക്വയർമെന്റ്സിന്റെ അകത്ത് എന്താന്ന് പറയുന്നത്, നമ്മൾ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നത് പ്രോപ്പർ അല്ലെങ്കിൽ ക്ലിയർ ഡോക്യുമെന്റ്സ് ആയിരിക്കണം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്. നമുക്ക് സ്റ്റുഡൻസ് നമുക്ക് ഓൾറെഡി നമുക്ക് മാൻഡേറ്ററി ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ് നമുക്കറിയാലോ. അക്കാദമിക് ഡോക്യുമെന്റ്സ് വരുന്നുണ്ട്, പിന്നെ പാസ്പോർട്ട് വരുന്നുണ്ട്, LOR, MOI ഉണ്ടെങ്കിൽ MOI, പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന മാൻഡേറ്ററി ഡോക്യുമെന്റ്സ് ഏതോ അതൊക്കെ ക്ലിയർ ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. പിന്നെ ഗ്യാപ്പ്, ഓസ്ട്രേലിയയിൽ വൺ ഓഫ് ദി മെയിൻ ആയിട്ട് നോക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഗ്യാപ്പ്. അപ്പോൾ അത് എസ്പെഷ്യലി ഈ നഴ്സിംഗ് അല്ലെങ്കിൽ മെഡിസിൻ ഹെൽത്ത് റിലേറ്റഡ് ഫീൽഡ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ അവരത് ക്ലിയർ ആയിട്ട് ക്ലാരിഫൈ ചെയ്യണം എന്തുകൊണ്ടാണ് ഗ്യാപ്പ് വന്നതെന്നുള്ളതും. അപ്പൊ ഗ്യാപ്പിന് ഇപ്പോൾ വോളണ്ടറി വർക്ക് ചെയ്ത ആളാണെങ്കിൽ ഒരു 6 month ബിലോ ഗ്യാപ്പ് വന്നതാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് സ്റ്റുഡൻസിന് അത് ഓക്കെയാണ്. പക്ഷെ 6 month എബവ് ആണ് വരുന്നതെങ്കിൽ ആ സ്റ്റുഡൻസിന്റെ ക്ലിയർ ആയിട്ട്, അതായത് ഇപ്പം 2022 2022 പാസ് ഔട്ട് ആയ സ്റ്റുഡന്റ് 23 January 2023 തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വോളണ്ടറി വർക്ക് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ വോളണ്ടറി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ചോദിക്കുന്നത് 2022 ഏപ്രിലാണ് സ്റ്റുഡന്റ് +2 കഴിഞ്ഞത്, അത് കഴിഞ്ഞിട്ട് 8 month ഗ്യാപ്പ് ഉണ്ട്. ആ ടൈമിൽ സ്റ്റുഡന്റ് എന്നാ ചെയ്തെന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വരും. അതുപോലെ തന്നെ ഇപ്പൊ 6 month ബിലോ ആയിരുന്നെങ്കിൽ, അതിപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ചിലപ്പോൾ അത്രയും ഗ്യാപ്പ് വരുന്നില്ല അവിടെ. അപ്പൊ ചിലപ്പോൾ ഓഗസ്റ്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ആ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത്രയും ഗ്യാപ്പ് അവിടെ വരുന്നത് ഒരു 4 month ഒക്കെ വരുന്നത്. ഓഗസ്റ്റ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് 4 month എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇയർ ക്ലിയർ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതെങ്കിൽ അവിടെ ഇഷ്യൂ ഇല്ല. പക്ഷെ ഒരു 6 month പ്ലസ് എബവ് ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ഗ്യാപ്പിന് കംപ്ലീറ്റ് ക്ലിയർ ആയിട്ട് വെരിഫൈ ചെയ്യണം അത് യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ വൺ ഓഫ് ദി ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഓസ്ട്രേലിയയുടെ കേസിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നെന്ന് പറഞ്ഞാൽ വിസ ഇന്റർവ്യൂസ്. യൂണിവേഴ്സിറ്റി നമുക്ക് നോർമലായിട്ട് ഇപ്പൊ UK ഒക്കെ നമുക്കറിയാം, വിസക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം എറണാകുളത്ത് വിസ ഓഫീസിന്റെ ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ നിയർ ബൈ ആയിട്ടുള്ള നമ്മുടെ പ്ലേസ് നിയർ ബൈ ആയിട്ടുള്ള ഏതാണോ അവിടെ നമ്മളെ വെച്ചിട്ട് അവിടെ VFSന്റെ ഇന്റർവ്യൂവിന് പോകണം എന്നുള്ളത് പറയും. പക്ഷെ ഈ ഓസ്ട്രേലിയയുടെ കേസിൽ നമ്മൾ ഓൺലൈനിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ വിസ ഇന്റർവ്യൂസ് അങ്ങനെയൊന്നും ഇല്ല. ദെൻ ഓസ്ട്രേലിയയുടെ കേസിൽ ഞാൻ ഓൾറെഡി നമ്മളിപ്പം പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? എന്തെങ്കിലും അഥവാ സ്പീഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ, കാരണം ഞാൻ ഇവിടെ ഇപ്പം സ്ക്രീനിൽ ഇത് മാത്രം നോക്കിക്കൊണ്ടേയിരിക്കുന്നതേ. അപ്പൊ നമുക്ക് ഓസ്ട്രേലിയയുടെ കേസിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് എപ്പോഴും സെക്കൻഡറി ആയിട്ട് അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു കേസാണ്, ഒരു കൺട്രി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് യൂണിവേഴ്സിറ്റി ആണോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ളത്. ഓസ്ട്രേലിയയിൽ കൂടുതലും യൂണിവേഴ്സിറ്റീസുകൾ മറ്റേ പബ്ലിക് യൂണിവേഴ്സിറ്റീസുകളാണ് കൂടുതൽ, പ്രൈവറ്റ് കോളേജസ് കുറവാണ്. അത് നമ്മളെപ്പോഴും ഒരു സ്റ്റുഡന്റിന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റീസ് എപ്പോഴും കൊടുക്കുള്ളൂ. കാരണം ബെനിഫിറ്റിൽ ഒരു ഫിനാൻഷ്യലി ബെനിഫിറ്റ് ആയിട്ട് വരുന്നതും മറ്റ് നോക്കുവാണെങ്കിൽ സ്റ്റുഡന്റിന് ഏറ്റവും നല്ലത് യൂണിവേഴ്സിറ്റീസ് എടുക്കുന്നതാണ്. പ്രൈവറ്റ് കോളേജസ് എടുക്കുവാണെങ്കിൽ അതിനനുസരിച്ച് പേയ്മെന്റ് വളരെ കൂടുതലാണ്. ഒരു പർട്ടിക്കുലർ ഇത് അവർ മീറ്റ് ചെയ്യുന്ന കുറെ ഡിമാൻഡ്സ് കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ട് രീതിയിലാണെങ്കിലും നമുക്ക് പ്രൈവറ്റ് കോളേജസ് ആണെങ്കിലും പബ്ലിക് ഓപ്ഷൻസ് ആണെങ്കിലും നമ്മൾ നോക്കുന്നത് നമുക്ക് കോഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ബോത്ത് നമുക്ക് ചിലപ്പം പ്രൈവറ്റ് കോളേജസിനേക്കാളും കൂടുതൽ ഓപ്ഷൻസ് കൂടുതൽ കിട്ടാറുള്ളത് പബ്ലിക് യൂണിവേഴ്സിറ്റീസുകളിലാണ്. ഓസ്ട്രേലിയയിൽ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് യൂണിവേഴ്സിറ്റീസുകളാണ്. പിന്നെ പാത്വേ പ്രോഗ്രാംസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്.
അതായത് ഒരു നമുക്ക് ഓസ്ട്രേലിയ ഡയറക്റ്റ് എൻട്രി മീറ്റ് ചെയ്യാത്ത സ്റ്റുഡൻസിന് വേറെ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് അവർക്കുള്ളത്? പാക്കറ്റ് പ്രോഗ്രാംസ് ആണ്. വേറെ ഏത് കൺട്രിയിലാണോ ഫസ്റ്റ് ഇയർ ചെയ്തിട്ട് നെക്സ്റ്റ് വേണം സെക്കൻഡ് ഇയർ വിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ അധികം അതിനെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡന്റിന്റെ പ്രൊഫൈൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്ന വിസ സബ്മിഷന്റെ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്നത് ആ സ്റ്റുഡന്റിന്റെ ടോട്ടൽ പ്രൊഫൈല്, അക്കാദമിക് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലാംഗ്വേജ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ആയിക്കോട്ടെ, ഇപ്പൊ എന്താണോ അത് മീറ്റ് ചെയ്യുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ നമുക്ക് അതായിരിക്കും ഏറ്റവും നല്ലത്. സ്റ്റുഡൻസിന്റെ പ്രൊഫൈലിൽ നമുക്ക് പാത്ത് പ്രോഗ്രാംസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനേക്കാളും നല്ലത് ഓവറോൾ ഒരു ഫിറ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ നമുക്ക് പ്രൊസീജിയറിന് ആണെങ്കിലും എളുപ്പമാണ്. മറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നമുക്ക് വേറെ ഡൗട്ടോ അങ്ങനെയൊന്നും വെക്കാതെ തന്നെ സ്റ്റുഡന്റിന്റെ കാര്യത്തിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇത് തരുന്നതാണ് ഇൻടേക്കുകൾ. ഈ നമ്മുടെ UK ഒക്കെ പോലെ ഇവിടെ കണ്ടിന്യൂസ് ഒരു ഇൻടേക്ക് അല്ല വരുന്നത്. ഡിപ്പെൻഡ് ഓൺ യൂണിവേഴ്സിറ്റി അല്ല കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ചിലപ്പം ഈ ഇൻടേക്കുകളിൽ ചേഞ്ച് വരാറുണ്ട്. മേജർ ഇൻടേക്സ് ആയിട്ട് പറയുന്നത് ഫെബ്രുവരിയും ജൂലൈയും ആണ്. അത് എല്ലാ മോസ്റ്റ് ഏരിയാസിലും ആ ഫെബ്രുവരി ജൂലൈ തന്നെ മൂവ് ചെയ്ത് പോകുന്നത്. പക്ഷെ അതിന്റെ ചില കേസസിൽ മാത്രം കോഴ്സ് അല്ലെങ്കിൽ കോഴ്സ് ഡിപ്പെൻഡ് ചെയ്ത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഇൻടേക്കേ കാണുള്ളൂ. ചിലപ്പോൾ ഇവർക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് യൂണിവേഴ്സിറ്റിയുടെ ക്വാണ്ടിറ്റി മീൻസ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ചിലപ്പോൾ ഇൻടേക്സിൽ ചിലപ്പോൾ അഡീഷണൽ 2-3 ഇൻടേക്സ് അഡീഷണൽ കാണാനൊക്കെ ചാൻസ് ഉണ്ട്. ആ ഡിപ്പെൻഡ് ചെയ്യുന്ന കോഴ്സാണ്. അപ്പൊ സ്റ്റുഡന്റിനെ നമ്മൾ എപ്പോഴും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോർമലായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഫെബ്രുവരി ഇൻടേക്കിന് അപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നമ്മളൊരു സെപ്റ്റംബർ ഒക്ടോബർ കഴിയുമ്പോൾ തന്നെ നമ്മൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യണം. എന്നാലേ ഫെബ്രുവരി ഇൻടേക്കിന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഓഫർ ലെറ്റർ കിട്ടാൻ ചാൻസ് ഏറ്റവും കൂടുതലുള്ള കൺട്രീസിലൊന്ന് ഓസ്ട്രേലിയ. നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ പ്രോപ്പറായിട്ട് പക്കായിട്ട് എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആകെയുള്ള ഒരു ഡിലേ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ GT ക്ലിയറൻസ് എന്ന് പറഞ്ഞൊരു ഫിനാൻഷ്യൽ ക്ലിയറൻസ് ഉണ്ട്. അത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ആ ടൈം പീരീഡിൽ മാത്രം. ബാക്കി കേസിൽ ഇൻടേക്കുകളൊക്കെ ഒക്കെയാണ്, ഡോക്യുമെന്റ്സ് ഒക്കെയാണ്, ഫിനാൻഷ്യലി ഒക്കെ ആണെങ്കിൽ ഫെബ്രുവരി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഫെബ്രുവരി സെക്കൻഡ് വീക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കോടെ ഫെബ്രുവരി ഫസ്റ്റ് ഓർ സെക്കൻഡ് ആണ് ഓസ്ട്രേലിയ എത്തുന്ന രീതിയിൽ സ്റ്റുഡന്റിന് മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ജൂലൈ ആണെങ്കിൽ അതൊരു 6 to 8 months ഗ്യാപ്പ് ആണ് നമ്മളൊരു പ്രൊസീജിയറിന് പറയാറുള്ളത്. കാരണം നമുക്ക് ഒരിക്കലും ഷോർട്ട് പീരീഡ് ടൈം പീരീഡ് വെച്ചിട്ട് നമുക്ക് ഓസ്ട്രേലിയയിൽ പറയത്തില്ല. നമുക്കിപ്പോൾ ഒരു സ്റ്റുഡന്റ് വന്നിട്ട് ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ നമുക്കൊരു മാർച്ച് ഇൻടേക്ക് ഉള്ള ഒരു ഓപ്ഷൻ ഉള്ള യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന് വെച്ചാൽ സ്റ്റുഡന്റ് ആ ഒരു കോഴ്സാണ് നോക്കുന്നതെങ്കിൽ ഇന്നിപ്പം നമ്മളോട് വന്നിട്ട് സ്റ്റുഡന്റ് ഞാൻ മാർച്ച് ഇൻടേക്ക് ആണ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് ആപ്ലിക്കേഷൻ വെച്ചിട്ട് ചിലപ്പോൾ ഒരു 1 വീക്ക് ഒരു 10 ഡേയ്സിനുള്ളിൽ ഓഫർ ലെറ്റർ കിട്ടും. പക്ഷെ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ ശേഷം ഫിനാൻഷ്യൽ പ്രൊസീജിയർ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈം പീരീഡ് ചിലപ്പോൾ ഈ സ്റ്റുഡന്റിനെ കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇഷ്യൂ വരാറുണ്ട് അവിടെ. ഇവിടെ ഇപ്പം ഫെബ്രുവരി ഇൻടേക്കിന്റെ വെച്ചൊരു സ്റ്റുഡന്റിന്റെ ഒരു നമ്മൾ അനാലിസിസ് എടുക്കുകയാണെങ്കിൽ നോർമലായിട്ട് വരുന്ന ടൈം പീരീഡ് ആണ് കാണിച്ചിരിക്കുന്നത്. അത് വിത്ത് IELTS കൂട്ടിയുള്ള ഇതാണ് നമ്മൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ IELTS ഓൾറെഡി മോസ്റ്റ് പ്രോബബ്ലി എല്ലാ സ്റ്റുഡൻസ് തന്നെ ഇപ്പൊ IELTS ഓൾറെഡി ചെയ്തിട്ടാണ് നമ്മുടെ അടുത്തോട്ട് വരാറുള്ളത്. നിങ്ങൾ എല്ലാവരും ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. IELTS ഓസ്ട്രേലിയക്ക് മാൻഡേറ്ററി ആണ്. ഇത് വെക്കുന്ന വാല്യൂ വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു മിനിമം സ്കോർ 6.5 ഒക്കെ മിക്ക ഈച്ച്, അതായത് ഇപ്പൊ റൈറ്റിംഗ്, ലിസണിങ്, സ്പീക്കിംഗ് ആയാലും റീഡിംഗ് ആയാലും എന്തിനാണെങ്കിലും ആ ഒരു സ്കോർ മീറ്റ് ചെയ്യണം. സ്കോർ മീറ്റ് ചെയ്യുന്നത് IELTSന്റെ സ്കോർ മീറ്റ് ചെയ്യാൻ തന്നെയാണെങ്കിൽ ഒരു സ്റ്റുഡന്റ് ഒരു ഹാഫ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം സ്കോർ ഇപ്പം കറക്റ്റ് ഒരു പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ 55% ആണ്, സ്റ്റുഡന്റ് 56% ഉള്ളെങ്കിലും IELTSൽ ആൾക്ക് നല്ല പെർഫോമൻസ് ഉണ്ടെങ്കിൽ അത് അവർക്ക് അതൊരു വാല്യൂ ആണ്. അത് മീൻസ് ഒരു പോസിറ്റീവ് ആണ്. അത് സ്കോർ അത്രയും കൂടുതൽ കിട്ടുക എന്ന് പറയുന്നത് സ്റ്റുഡന്റിന് ടോട്ടൽ ഒരു ഓഫർ ലെറ്റർ കിട്ടാനുള്ളെങ്കിൽ അതിന്റെ അക്സെപ്റ്റൻസിനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ആപ്ലിക്കേഷന്റെ പ്രൊസീജിയർ ടൈമാണ് പറഞ്ഞിരിക്കുന്നത്. ജൂലൈ ഇപ്പൊ ഫെബ്രുവരി ഇൻടേക്കിന്റെ ആണെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ യൂണിവേഴ്സിറ്റി ഓപ്പൺ ചെയ്ത ടൈമുണ്ട്. നമുക്കിപ്പം സ്റ്റുഡന്റ് നെക്സ്റ്റ് സെപ്റ്റംബർ ഇൻടേക്കിലോട്ട് പോകാനുള്ളതാണ്, അല്ലെങ്കിൽ നവംബർ ഇൻടേക്ക് എന്ന് പറഞ്ഞ് നിൽക്കുവാണെങ്കിലും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം യൂണിവേഴ്സിറ്റിയിലെ ആപ്ലിക്കേഷൻ അവരുടെ ഓപ്പൺ ചെയ്ത അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ടൈമുണ്ട്. ആ ടൈമിൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അല്ലാണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന കൺട്രീസ് നോർമലായിട്ട് UK അങ്ങനത്തെ കൺട്രീസിലൊക്കെ നമുക്ക് അങ്ങനെ ഇഷ്യൂ ഇല്ല. പക്ഷേ ഈ ഓസ്ട്രേലിയയുടെ ഒക്കെ കേസിൽ വരുമ്പോൾ ആപ്ലിക്കേഷൻ സബ്മിഷൻ ടൈം ഉണ്ട്. ആ ടൈമിൽ മാത്രമേ സബ്മിറ്റ് ആവുള്ളൂ.
അത് പർട്ടിക്കുലർ ടാറ്റ് പീരീഡ് ഉണ്ട്. ആ ടാറ്റ് പീരീഡ് മാത്രമേ അതിന്റെ ആപ്ലിക്കേഷന്റെ പ്രൊസീജിയർ അപ്ഡേഷൻ ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് ബാക്കി കൺട്രീസിനെ പോലെ നമുക്ക് സഡൻ ആയിട്ടുള്ള ഒരു അപ്ഡേഷനോ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാനും പറ്റത്തില്ല. നമുക്കൊരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷന്റെ ബേസിസ് പോലും ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. നമ്മളൊരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രൊസീജിയറിന്റെ ഇതിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈം പീരീഡ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു സ്റ്റുഡന്റ് വന്നു കഴിഞ്ഞ് ആപ്ലിക്കേഷൻ വെച്ചു, ഓഫർ ലെറ്റർ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ നമുക്ക് ഇവിടുന്ന് ആപ്ലിക്കേഷൻ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെങ്കിലും യൂണിവേഴ്സിറ്റി അവരുടെ പോർട്ടലിൽ അത് ആക്സസ് ചെയ്ത് കിട്ടേണ്ട പർട്ടിക്കുലർ ടൈം ഉണ്ട്. ആ ടൈം കഴിഞ്ഞിട്ട് അവരത് അനാലിസിസ് ചെയ്ത് ഇത്ര ടീമിന് അവർ ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് ആ സ്റ്റുഡന്റിനെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ടൈം പീരീഡ് എപ്പോഴും സ്റ്റുഡൻസിന്റെ അടുത്താണല്ലോ, ഇപ്പൊ പേരൻസിന്റെ അടുത്താണല്ലോ, ഇപ്പം കാരണം അവർക്ക് അധികം പ്രൊസീജിയേഴ്സിനെ പറ്റി അധികം ഇൻഫർമേഷൻ കാണില്ലായിരിക്കും. അതിപ്പോ പ്രോപ്പറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോ വോയിസ് ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ, ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് അധികം നിങ്ങൾക്ക് ചാറ്റ് ഒന്നും ഞാൻ നോക്കുന്നില്ല, അതുകൊണ്ടാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ലിവിങ്. നേരത്തേക്കാളും ലിവിങ് കോസ്റ്റിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ബാക്കി കൺട്രീസിലെ ചേഞ്ചസിനെക്കാളും നമ്മൾ ഓൾറെഡി അവെയർ ആണല്ലോ. അതായത് UK കാര്യത്തിലാണെങ്കിൽ എക്സ്പെൻസിനേക്കാളും അവിടെ കുറെ നമുക്കുണ്ടായിരുന്ന ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടായിരുന്നു. സ്പൗസ് ഓപ്ഷൻസ് അതൊക്കെ അവർ എടുത്തു മാറ്റി. ഈ കാനഡയുടെ കേസിലാണെങ്കിൽ നേരത്തെ നമുക്ക് ലിവിങ് എക്സ്പെൻസ് 6 lakh അറൗണ്ട് കാണിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ അത് മാറി ഇപ്പൊ ഒരു 12 lakh എബോ ഇതിലോട്ട് മാറി, അതായത് ഡബിൾ ദ എഫക്റ്റിലോട്ട് വന്നത്. ഓസ്ട്രേലിയക്ക് നേരത്തെ 20 സംതിങ് അറൗണ്ട് ആയിരുന്നു ലിവിങ് കോസ്റ്റ് എന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് കോസ്റ്റ് എടുത്തിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഒരു എക്സാക്ട് കോസ്റ്റ് അല്ല, ഒരു ആവറേജ് കോസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നതാണ്. ഈ ട്യൂഷൻ ഫീ എന്ന് പറഞ്ഞത് മാത്രം നമ്മൾ 30,000 ഇത് എടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒരു ഗസ്റ്റ് എമൗണ്ട് ആണ്. ഇത് കുറയാനും ചാൻസ് ഉണ്ട്, കൂടാനും ചാൻസ് ഉണ്ട്. ഡിപ്പെൻഡ് ഓൺ ദി കോഴ്സ് ആൻഡ് യൂണിവേഴ്സിറ്റി, ഇറ്റ് ഓൾവേസ് ചേഞ്ചസ് അക്കോർഡിംഗ്ലി. ഓക്കെ, ഇതിന്റെ അകത്ത് ലിവിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് പുതിയ അപ്ഡേറ്റഡ് കോസ്റ്റ് ആണ്. ഇത് ഈ 24,505 എന്ന് പറയുന്നത്. ഈ 24,505 നേരത്തെ യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയക്ക് 20 അറൗണ്ട് കാണിച്ചാൽ മതി, $80 കാണിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ അത് 24,505, അതായത് ഏകദേശം ഒരു 14 ലക്ഷം 15 ലക്ഷം രൂപ നിയർ ബൈ ആണ് ഇപ്പൊ ഓസ്ട്രേലിയ നമ്മൾ കാണിക്കേണ്ട ലിവിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. പുതിയ ലിവിംഗ് കോസ്റ്റിന്റെ അപ്ഡേഷൻ വന്നിരിക്കുന്നതാണ്. അത് 24,505 AUD, അതായത് നമ്മുടെ ഏകദേശം ഒരു 14-15 ലക്ഷം രൂപ അടുത്ത് വരുന്നുണ്ട് ആ പുതിയ ചേഞ്ച്. പിന്നെ വരുന്നത് വിസ ഫീസും ഈ എയർ ഫെയർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഏകദേശം ഗസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. എയർ ഫെയർ എപ്പോഴും ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. സീസണൽ ബേസിലാണെങ്കിലും അല്ലെങ്കിൽ പർട്ടിക്കുലർ ടൈം പീരീഡിൽ സീസണൽ ബേസ് ആണ് നോർമലായിട്ട് ചേഞ്ചസിന്റെ കാര്യം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു 2008 ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ അതിൽ കൂടുതലാകാനേ ചാൻസ് ഉള്ളൂ. ഇപ്പം കാരണം ഒന്നിനൊന്ന് ചാർജസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. പിന്നെ വിസ ഫീ എന്ന് പറയുന്നത് AUD 640 വരുന്നത് കറക്റ്റ് ആണ്, അത് തന്നെ വരുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് പ്രൊസീജിയറൽ എക്സ്പെൻസ് ആയിട്ട് ട്യൂഷൻ ഫീസ് ഉൾപ്പെടെയാണ് 53,681 പറയുന്നതെങ്കിലും ഇതിന്റെ അകത്ത് പാർട്ട് ടൈം ഏർണിങ്സ് എന്ന് പറയുന്നത് നമുക്കൊരു പാർട്ട് ടൈം ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നോർമൽ ആയിട്ട് സ്റ്റുഡന്റ് ആവറേജ് കിട്ടുന്നത് പെർ വീക്ക് വരുന്നത് 15,000 AUD വരെ ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റുഡൻസിന്റെ അടുത്ത് ഒരിക്കലും പാർട്ട് ടൈമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം പോകുന്നത് പറയരുത്. കാരണം പാർട്ട് ടൈം ഫോക്കസ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ആ സ്റ്റുഡന്റിനെ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഏത് യൂണിവേഴ്സിറ്റിയിലാണോ എൻറോൾ ചെയ്തിരിക്കുന്ന ആ എൻറോൾ ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ് അറ്റൻഡൻസ് അവർ കാൽക്കുലേറ്റ് ചെയ്യും. അത് നമ്മൾ യൂണിവേഴ്സിറ്റി മാത്രമല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചിലപ്പം നമ്മുടെ അവിടുത്തെ ഗവൺമെന്റ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്റ്റുഡന്റ് ടോട്ടൽ അറ്റൻഡൻസ് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡന്റ് എത്ര നാൾ ക്ലാസ് അറ്റൻഡ് ചെയ്തു, എത്ര അവേഴ്സ് അറ്റൻഡ് ചെയ്തു, അതുപോലെ തന്നെ സ്റ്റുഡന്റ് പാർട്ട് ടൈം എത്ര ഏൺ ചെയ്തെന്നുള്ള കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡന്റ് പാർട്ട് ടൈം ഏൺ ചെയ്താണ് ഹൈ ആയിട്ട് നിൽക്കുന്നതെങ്കിൽ അവിടെ ചിലപ്പോൾ ലീഗൽ ഇഷ്യൂ വരും. കാരണം സ്റ്റുഡൻസിന്റെ അവിടെ ഓസ്ട്രേലിയയിൽ ഈ ഇന്ന ആള് വന്നിരിക്കുന്നത് ഇപ്പൊ എക്സ് എന്നുള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ ആ എക്സ് വന്നിരിക്കുന്നത് പഠിക്കാനാണ്. അപ്പൊ അവിടെ ഏണിങ്സിന്റെ കാര്യമില്ല. കാരണം അതുകൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റുഡന്റ് ഓൾറെഡി ഫണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഇത് മീറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പോകുന്ന മോട്ടീവ് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോർമലി സ്റ്റുഡന്റ് ആയിട്ട് തന്നെ മെയിൻ ആയിട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം ആള് വർക്ക് ചെയ്തു എന്നതിൽ കുഴപ്പമില്ല. ഇപ്പം എന്തെങ്കിലും സമ്മർ ബ്രേക്കോ അങ്ങനെ ബ്രേക്ക് വരുന്ന ടൈമിലൊക്കെ ആള് ഇപ്പൊ നോർമൽ സ്റ്റുഡൻസ് ഒക്കെ ഒരു ഹോളിഡേ ടൈം ഒക്കെ വരുവാണെങ്കിൽ ഇത്ര നാളത്തേക്കാണെങ്കിൽ
തിരിച്ച് നാട്ടിലോട്ടൊക്കെ വരാൻ നോക്കുന്നതിന് പകരം അതിന് പകരം അവിടെ വർക്ക് ചെയ്യുവാണെങ്കിലൊന്നും കുഴപ്പമില്ല. കാരണം അതിനൊന്നും കുഴപ്പമില്ല. കാരണം സമ്മർ ബ്രേക്ക് ടൈം അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കിനെ ബേസ് ചെയ്തിട്ടാണ് അത് വന്നേക്കുന്നതെന്ന് ഓർക്കാം. ഇപ്പൊ നമുക്ക് നോർമൽ ആയിട്ട് ഒരു സ്റ്റുഡന്റ് അടുത്തൊരു പറയുവാണെങ്കിൽ നമ്മളൊരു ബേസിക് കോഴ്സ് ആയിട്ട് ഒരു 35 to 40 lakhs വരെയാണ് നമ്മൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് പോകുന്നതിന് മുമ്പ് ഫണ്ട് കാണിക്കാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ബേസിക് ആയിട്ട് പറയുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ് ആണ് ഫണ്ട് പോർഷൻ. ഇനി പറഞ്ഞ വോയിസ് ക്ലിയർ അല്ലേ? ആരെങ്കിലും ഒന്ന് ഓക്കെ, ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് കേട്ടോണേ. കാരണം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരു കേസാണ് ഈ ഫണ്ടിന്റെ കേസ്. ഇപ്പൊ ഫണ്ടിന്റെ കേസിൽ ഒരു ക്ലാരിഫിക്കേഷൻ നമ്മൾ എപ്പോഴും നോക്കണം. കാരണം ഓരോ കൺട്രിക്കും അതിൻ്റെതായ ഫണ്ട് ചേഞ്ച് ആണ്. നമ്മൾ UK വെച്ചോണ്ട് ഒരിക്കലും കാനഡേനെ പറയാൻ പറ്റില്ല, കാനഡയുടെ വെച്ചോണ്ട് ഒരിക്കലും ഓസ്ട്രേലിയ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് യൂറോപ്യൻ കൺട്രീസ്. ഒരു യൂറോപ്യൻ കൺട്രീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത യൂറോപ്യൻ കൺട്രി ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ അതുപോലെ തന്നെയാണ്. ഓസ്ട്രേലിയയുടെ കേസിൽ നമ്മൾ ഏറ്റവും മെയിൻ പോയിന്റ്, കോർ പോയിന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പോർഷൻ. ഇപ്പൊ സ്റ്റുഡൻസിന് നോർമൽ ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് ഫണ്ടിന്റെ പോർഷനിൽ എല്ലാവരും ഔട്ട്സൈഡ് നോളജ് കുറെ കിട്ടിയിട്ടൊക്കെ വരാറുണ്ട്. നമ്മൾ ഫണ്ടാണ് ഏറ്റവും പ്രയോറിറ്റി. നമ്മൾ ഫണ്ടില് നോർമൽ ആയിട്ട് പറയാറുണ്ട് നമുക്ക് 3 month മച്യൂരിറ്റി മീറ്റ് ചെയ്യുന്ന ഫണ്ട് ആയിരിക്കണം ഓൺ ഫണ്ട് കാണിക്കുന്നത്. അതായത് ഇപ്പൊ പറഞ്ഞത് ക്ലിയർ ആയി കേട്ടില്ല, ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഷോമണി ഒന്നും പറ്റില്ല ഓസ്ട്രേലിയക്ക്. ഫണ്ട് ഓൺ ഫണ്ട് തന്നെ ഓൺ വോയിസ് കട്ടായി പോകുന്നുണ്ട്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ എന്റെ? വോയിസ് ബ്രേക്ക് ആണ്. ഇപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞത് കേട്ടിട്ടില്ല. ഈ പിന്നെ ഫണ്ടിനെ കുറിച്ച് പറഞ്ഞ ഒന്നും കേട്ടിട്ടില്ല. അതായത് നമ്മൾ ഓസ്ട്രേലിയയുടെ ഫണ്ട് കാണിക്കുന്നത് ഇപ്പോഴും ഉണ്ടോ? വോയിസിന് ലാസ്റ്റ് പറഞ്ഞതോ? ഫണ്ടിന്റെ പോർഷൻ ആണോ കേൾക്കാഞ്ഞേ? കേട്ടിട്ടില്ല. ഫണ്ടിന്റെ പോർഷൻ ആണോ കേൾക്കാഞ്ഞേ? അതന്നെ. ഓക്കെ. ഫണ്ടിന്റെ പോർഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ ഓസ്ട്രേലിയയുടെ കേസിൽ ഫണ്ട് എന്ന് പറഞ്ഞത് മിനിമം 3 month മച്യൂരിറ്റി ഉള്ള ഫണ്ട് ആയിരിക്കണം കാണിക്കേണ്ടത്. അപ്പൊ സ്റ്റുഡന്റ് ഓൺ ഫണ്ട് കാണിക്കുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് വേറെ കാര്യം ശ്രദ്ധിക്കേണ്ട, ഓസ്ട്രേലിയക്ക് നമുക്ക് ഷോമണിയോ അങ്ങനെയൊന്നും പറ്റില്ല. ഓൺ ഫണ്ട് തന്നെ കാണിക്കണം. ഓൺ ഫണ്ട് അല്ലെങ്കിൽ നമുക്ക് ലോൺ എലിജിബിലിറ്റി ഉള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ ലോണിന് കാണിക്കാൻ പറ്റും. പക്ഷെ അവിടെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഓഫ് 80% ഒക്കെ സ്റ്റുഡന്റിന് ലോൺ എമൗണ്ട് കാണിക്കാനുള്ള ഇതുള്ളൂ. അത് 80%. ഇപ്പൊ നമുക്കൊരു 40 ലക്ഷം രൂപ ടോട്ടൽ ഫണ്ട് കാണിക്കേണ്ട, ലിവിംഗ് എക്സ്പെൻസ് പ്ലസ് ട്യൂഷൻ ഫീസ് കാണിക്കേണ്ട ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റിന്റെ ഒരു മിനിമം ഒരു 30 lakhs എങ്കിലും ലോൺ കാണിക്കാം. ഒരു 10 lakh മിനിമം ഒരു 10 lakh എങ്കിലും സ്റ്റുഡന്റ് ഓൺ ഫണ്ട് കാണിക്കണം. അതിന് സോഴ്സ് ഉണ്ടായിരിക്കണം. ആ സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ITR ആയിട്ട് സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം ഈ ഗവൺമെന്റ് എംപ്ലോയീസ് അങ്ങനെ വല്ല ഇതുള്ളതാണെങ്കിൽ PF ഓപ്ഷൻസ് ആണെങ്കിൽ അതങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷൻ ബിസിനസ് അങ്ങനെ നടത്തുന്നവരാണെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, ഫണ്ടിന്റെ പ്രൂഫ് കാണിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് കാണിക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കേസ്, ഈ ഫണ്ട് കാണിക്കുന്നത് ഓൺ ഫണ്ട് ആണെങ്കിൽ ഓൺ ഫണ്ടിന്റെ ഫുൾ സോഴ്സ് ഏതൊക്കെ അക്കൗണ്ടിന്റെ ആ അക്കൗണ്ടില് ഇപ്പൊ നമുക്ക് NRIയുടെ കേസിലാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. കാരണം NRI's അക്കൗണ്ടാണ് വരുന്നതെങ്കിൽ സാലറി സ്ലിപ്സ് കാണിക്കാം, പിന്നെ എക്സ്പീരിയൻസ് ലെറ്റർ അവിടെ നിന്ന് വാങ്ങിക്കാം. കൺട്രിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടുത്തെ റെസിഡൻഷ്യൽ കാർഡ്, നമ്മൾ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യുന്നു വരുന്നെങ്കിൽ
അപ്പൊ അവർ കാണിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് കാണിക്കുന്ന മെയിൻ ഒന്ന് ITR കാണിക്കുന്നുണ്ട്. ഇപ്പം ITR കാണിക്കുന്ന ലാസ്റ്റ് 3 years, കറണ്ട് ഇയർ തൊട്ട് ലാസ്റ്റ് 3 yearsന്റെ. ഇപ്പൊ 20 നമ്മളിപ്പോ എടുക്കുവാണെങ്കിൽ 21, 22, 22, 23, 23, 24 ഈ 3 വർഷത്തെ ആയിരിക്കും നമ്മൾ പ്രാവശ്യം ഇന്ത്യൻ എന്നുള്ള വെരിഫിക്കേഷൻ എടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലത്. അത് നമ്മൾ അത്രനസ് കാണിക്കാൻ വേണ്ടി നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് സബ്മിറ്റ് ചെയ്യാം. അത് സ്റ്റുഡന്റിനെ സ്ട്രോങ് ആക്കുന്ന ഒരു പോയിന്റ് ആണത്. ക്ലിയർ? വോയിസ് കണ്ടിന്യൂ പ്രശ്നമാണ്, പകുതി കേൾക്കുന്നില്ല. വോയിസ് കണ്ടിന്യൂ പ്രശ്നമാണ്. ബ്രേക്ക് ആവുന്നുണ്ടോ? ഉണ്ട് ഉണ്ട്. വോയിസ് ഞാനിപ്പോ പറഞ്ഞ എന്തെങ്കിലും കേൾക്കാൻ പറ്റിയായിരുന്നോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. അതായത് ഫണ്ടിനെ കുറിച്ചിട്ട് നമുക്ക് പിന്നെ ശരിക്കും ഇപ്പോഴും വ്യക്തമായിട്ടില്ല. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അത് എന്നുള്ളത് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ലോൺ എടുക്കുന്നവർക്ക് 80% എന്നുള്ളത് കേട്ടു. പക്ഷെ ITRന്റെ ഇത് പറയുമ്പോഴത്തേക്ക് വീണ്ടും ബ്രേക്ക് ആയി പോയി അല്ലേ? അതിന്റെ അകത്ത് ഞാൻ ഒന്നുകൂടെ പറയാവേ. കേൾക്കുന്നില്ലെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ പറഞ്ഞോളൂ. ഇതിനകത്ത് നമ്മൾ ഫണ്ടിന്റെ കേസിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് 2 രീതിയിലുള്ള ഫണ്ട് കാണിക്കാം. ഒന്നെങ്കിൽ ഓൺ ഫണ്ട്, അല്ലെങ്കിൽ ലോൺ എമൗണ്ട് അവൈലബിൾ, ലോണിന് എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ ലോൺ രീതിയിൽ കാണിക്കാം. ഇപ്പം ഓൺ ഫണ്ട് കാണിക്കുന്ന ഒരു സ്റ്റുഡന്റിന്റെ കാര്യമാണ് ഞാൻ ഇപ്പൊ ഫസ്റ്റ് പറയുന്നത്. ഓൺ ഫണ്ട് കാണിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ നമുക്ക് ഓൺ ഫണ്ടിന്റെ സോഴ്സ് ഓഫ് ഫണ്ട്, നമ്മൾ ഓസ്ട്രേലിയയുടെ കേസിൽ അവർ പർട്ടിക്കുലർലി അവർ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ സോഴ്സ് ഓഫ് ഫണ്ട്. നമ്മൾ എത്ര ഫണ്ട് കാണിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു ബാക്ക് നമ്മളൊരു 10 lakhs 25 lakhsന്റെ ബാങ്ക് അക്കൗണ്ട് കാണിച്ചിട്ട് ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഒരു 1 lakh കിടപ്പുള്ള അത് കാണിച്ചാൽ പോലും ആ 1 lakhന്റെ എവിടെ നിന്നുള്ള സോഴ്സ് എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യണം. നമ്മൾ നോർമലായിട്ട് ഇത്ര നാളായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിരിക്കുന്ന ഒരു കേസിലാണെങ്കിൽ ഒരു 2-3 years ആയിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ടിൽ കിടക്കുന്ന കേസിലാണെങ്കിൽ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. അതേ സമയത്ത് ഒരു 4-5 months ഒക്കെ ആയിട്ടേ ഉള്ളൂ ട്രാൻസാക്ഷൻ നടന്നതെങ്കിൽ അവിടെ നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ട് ക്ലാരിഫൈ ചെയ്യണം. നോർമലായിട്ട് നമ്മൾ ഈ സോഴ്സ് ഓഫ് ഫണ്ട് ആയിട്ട് കാണിക്കാറുള്ളത് ITR ആണ്. ഇന്ത്യൻ പേരൻസിന്റെ കേസിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ വരുന്നത് ITR ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യാറുള്ളത്. ITR സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഓട്ടോമാറ്റിക് ആയിട്ട് ഫുൾ ഡീറ്റെയിൽസ്, സ്റ്റേറ്റ്മെന്റ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ ക്ലിയർ ആയിട്ട് ക്ലാരിഫൈ ചെയ്ത് പോകുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ITRനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് CA സർട്ടിഫിക്കറ്റ്സ്, അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ നമുക്ക് നമ്മുടെ ഫുൾ അസറ്റ് വാല്യുവേഷൻ നടത്തിയിട്ട് ആ സർട്ടിഫിക്കറ്റോട് നമ്മൾ സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ സ്റ്റുഡന്റിന്റെ ഒരു പ്രൊഫൈലിനത് വാല്യുവേഷൻ കൂടും. അതായത് ഫിനാൻഷ്യലി GTE ക്ലിയറൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. GTE ക്ലിയറൻസിന്റെ ചാൻസ് ഇത് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് കിട്ടും ആൾക്ക്. നമുക്ക് സോഴ്സ്, നമ്മൾ കാണിക്കുന്ന ഫണ്ടിന്റെ സോഴ്സിന്റെ വാല്യൂ അനുസരിച്ച്, വാല്യൂ അല്ല അതിന്റെ ആ ഒരു എത്രമാത്രം ക്ലാരിഫൈഡ് ആണ് ആ സോഴ്സ് എന്നുള്ളത് അനുസരിച്ചാണ് സ്റ്റുഡന്റ് GTE അത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് കിട്ടുന്നത്. അത് ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ. സെക്കൻഡ്, അതിന്റെ അകത്ത് ഇതിപ്പോ ഞാൻ ഇന്ത്യൻ പേരൻസിന്റെ കേസിലാണ് ഓൺ ഫണ്ടിന്റെ കേസ് പറഞ്ഞത്. ഇതിപ്പോ NRI പേരൻസ് ആ വരുന്നതെങ്കിൽ, സ്റ്റുഡൻസിന്റെ പേരൻസ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് എബ്രോഡ് ഉള്ളവരാണെങ്കിൽ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ ആ പേരൻസിന് നമ്മൾ പേരൻസിന്റെ ഇൻകം പ്രൂഫായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്, ഒന്ന് അവർ വർക്ക് ചെയ്യുന്ന സാലറി സ്ലിപ്പ്, അത് എത്ര നാളത്തെ, ഇപ്പം ഈ മന്ത് സാലറി അവർക്ക് കിട്ടിയതാണ്, ഈ മന്ത് തൊട്ട് ഇത്ര നാളത്തേക്ക് ഒരു 6 month സാലറി കിട്ടിയ സ്ലിപ്പ്, അത് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ. വോയിസ് ക്ലിയർ ആണോ എൻ്റെ? ഓക്കെയാണ്. അതായത് നമ്മുടെ
സാലറി സ്ലിപ്പ്. അതായത് ഇപ്പൊ ഈ മന്ത് തൊട്ട് നമുക്ക് സാലറി കിട്ടി, ഈ മന്ത് വരെ സാലറി കിട്ടിയിട്ടുണ്ട്. ഈ മന്ത് തൊട്ട് ഒരു ലാസ്റ്റ് 6 മന്തിന്റെ ഒക്കെ സാലറി സ്ലിപ്പ് ഇപ്പൊ ഫാദറിന്റെയും മദറിന്റെയും കാണിക്കുന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരുടെയും വേണം. അതുപോലെ തന്നെ അവരുടെ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് ലെറ്ററോ അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ ലെറ്റർ പോലെ, അതായത് എംപ്ലോയർ ചിലപ്പം മാനേജർ അണ്ടറിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ആ മാനേജറിന്റെ പൊസിഷനിൽ ഇരിക്കുന്ന ആരാണോ അവരുടെ ആയാലും മതി. പക്ഷെ അപ്പൊ തരുന്നതിൽ നമ്മൾ സ്റ്റുഡൻസിന്റെ ഡോക്യുമെന്റ്സ് വാങ്ങിക്കുമ്പോൾ ക്ലാരിഫിക്കേഷൻ പറയുന്നുണ്ട്. നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നൊക്കെ LOR ഒക്കെ എടുക്കുവാണെങ്കിൽ ആ LOR എന്ന് പറഞ്ഞാൽ ആ പഠിച്ച കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിന്റെ പേര് വേണം, അഡ്രസ്സ് വേണം, ആരാ എഴുതി തരുന്നുള്ള പൊസിഷൻ കാണിക്കണം. അങ്ങനെ ഇതുപോലെ തന്നെ ആയിരിക്കണം ഈ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് പേരൻസ് അവരുടെ ഇത് വാങ്ങുന്നത്. എംപ്ലോയർ കോഡ് സഹിതം കിട്ടുമെങ്കിൽ അത് സഹിതം ആഡ് ചെയ്തിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ക്ലാരിഫൈഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ലെറ്റർ വേണം എംപ്ലോയറുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങിക്കാൻ വേണ്ടി. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ അവിടുത്തെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അത് നമ്മളിപ്പോ ഇവിടുത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിന്റെ കൂടെ അവിടുത്തെ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെയും കൂടെ സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നതിന് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല അവിടെ. പിന്നെ അതുപോലെ തന്നെ റെസിഡൻഷ്യൽ കാർഡ്, അതിപ്പം ഗൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന നോർമലായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ളവരാണ് കൂടുതലും വരാറുള്ളത്. ഈ റെസിഡൻഷ്യൽ കാർഡ്സോ അങ്ങനെ ID കാർഡ് പ്രൂഫായിട്ട് കാണിക്കാൻ പറ്റുന്ന ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ആ ഡോക്യുമെന്റ്സിനകത്ത് കാണിക്കുക. നോർമലായിട്ട് NRI പേരൻസിന് നമ്മൾ വാങ്ങിക്കാറുള്ളത് ഫസ്റ്റ് വൺ അവരുടെ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ സാലറി സ്ലിപ്പ്, ഒരു 6 മന്ത് ബിഹൈൻഡ് ആയിട്ട് വരുന്ന സാലറി സ്ലിപ്പ് വാങ്ങാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡന്റിന്റെ ഫാദറിന്റെ എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് വാങ്ങാറുണ്ട് പേരൻസിന്റെ. അതുപോലെ തന്നെ അവരുടെ എംപ്ലോയറിന്റെ ഒരു റെഫറൻസ് ലെറ്റർ, ഒരു എക്സ്പീരിയൻസ് ലെറ്റർ, പിന്നെ വർക്ക് ചെയ്യുന്ന ഇപ്പം ഏത് കൺട്രിയാണോ ആ കൺട്രിയുടെ ID പ്രൂഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പിന്നെ അവിടുത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അത്, ഇത്തരം കാര്യങ്ങൾ. അതിന്റെ കൂടെ ഈ ഫാദർ സൺ റിലേഷൻഷിപ്പ് പ്രൂഫ് ചെയ്യുന്ന ഒരു അഫിഡാവിറ്റും വേണം. അതായത് ഈ സ്റ്റുഡന്റിന് ഇപ്പം ഫാദറാണ് ആള് സ്റ്റുഡന്റിന് ഫണ്ട് ഇത് സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ആള് എന്റെ മകനാണ്, ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഇന്ന കോഴ്സിന് ആള് പഠിക്കുന്ന അപ്പം സ്റ്റുഡന്റ് ID ഓഫർ ലെറ്ററിൽ ഒരു ID ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ആഡ് ചെയ്തിട്ടൊരു അഫിഡാവിറ്റ്. അപ്പം സ്റ്റുഡന്റിന്റെ പേരന്റ് ഇവിടെ വരാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഇവിടെ വന്നിട്ട് അഫിഡാവിറ്റിന് ചെയ്യാൻ മതി. അല്ലെങ്കിൽ ആരാണോ ഏൽപ്പിച്ചിരിക്കുന്നത് അവര് ഗൾഫ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടുന്ന് തന്നെ അവിടുത്തെ VFS ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് അവർക്ക് അതൊരു അഫിഡാവിറ്റ് സൈൻ ചെയ്ത് സീൽ ചെയ്ത് കിട്ടും. നമ്മൾ നോർമലായിട്ട് സ്റ്റുഡൻസിനെ ചെയ്യിപ്പിക്കാറുണ്ട്. കാരണം അത് അഫിഡാവിറ്റ് ഇപ്പോഴല്ലേ ചിലപ്പോൾ നമ്മുടെ വിസ പ്രോസസിങ് ടൈമിൽ സ്റ്റുഡന്റിന് അത് എങ്ങനെ വന്നാലും അത് വേണ്ടത് ആവശ്യമുള്ളൊരു ഡോക്യുമെന്റ് ആണ്. അത് പേരന്റ് റിലേഷൻഷിപ്പ് പ്രൂഫ് ചെയ്യാൻ വേണ്ടി. സോഴ്സ് ഫണ്ട് പേരന്റിന്റെ ആണെങ്കിൽ അത് എങ്ങനെ വന്നു എന്നുള്ളത് കാണിക്കണം. അതിന്റെ കൂടെ ഈ റിലേഷൻഷിപ്പ് പേരന്റ് ആണെന്നുള്ളതും അതിന്റെ പ്രൂഫ് ചെയ്യുന്നത് ഓതറൈസ്ഡ് ഒരു അതോറിറ്റി സൈൻ ചെയ്ത് സീൽ ചെയ്ത് തരുന്നത്. മനസ്സിലായിരുന്നു ഇത് NRIയുടെ കേസിൽ? ഹലോ, ഓക്കെ. നെക്സ്റ്റ് ഇനിയാണ് ഞാൻ പറയാൻ വന്നത് ലോണിന്റെ കേസ്. ഇപ്പം ഓൺ ഫണ്ടിന്റെ കേസ് മാറി, ഇപ്പം നെക്സ്റ്റ് പറയാൻ വന്നത് ലോണിന്റെ കേസാണ്. ഇപ്പൊ സ്റ്റുഡന്റ് ലോൺ വെച്ച് പോകാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. ഓസ്ട്രേലിയയിൽ സ്റ്റുഡന്റിന് ഫുൾ എമൗണ്ട് ലോൺ വെച്ച് പോകാൻ പറ്റില്ല. സ്റ്റുഡന്റ് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ പറ്റും, പക്ഷെ റിസ്ക് ആണ്, പ്രൊസീജിയർ റിസ്ക് ഭയങ്കരമാണ്. അതായത് സ്റ്റുഡന്റിന് യൂണിവേഴ്സിറ്റിയിൽ നമുക്കൊരു ഇത് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം ഓഫ് 80% സ്റ്റുഡന്റ് ലോൺ കാണിക്കാം. ബാലൻസ് ഒരു 10%, 10 അല്ല 20% സ്റ്റുഡന്റ് ഓൺ ഫണ്ട് ആയിരിക്കണം കാണിക്കുന്നത്. ആ ഓൺ ഫണ്ടിന്റെ സോഴ്സും കാണിക്കണം. അങ്ങനെയാണ് പോകുന്നത്. അതിൻ്റെ അകത്ത് മിക്ക സ്റ്റുഡൻസിന് അങ്ങനെ ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാറുണ്ട്. ഫുൾ എമൗണ്ട് ലോൺ കാണിക്കാനാണ് ഇരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ലോൺ മിക്ക ബാങ്കുകാരും ഇപ്പം നമ്മൾ കാണിക്കുന്ന പ്രൂഫ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ച് ബാങ്ക് ചിലപ്പോൾ നമ്മൾക്ക് ഫുൾ എമൗണ്ട് ലോണിനുള്ള എലിജിബിലിറ്റി കാണും. ബാങ്കുകാർ ചിലപ്പോൾ അത് ഫുൾ എമൗണ്ട് ലോൺ തരുകയും ചെയ്യും. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് ഇതാണ്, നമുക്ക് ലോൺ കാണിക്കുന്ന ഓസ്ട്രേലിയയുടെ കേസിലാണ് ഞാൻ ഈ പറഞ്ഞത്. ബാക്കി കൺട്രീസിന്റെ കേസിലല്ല, ഓസ്ട്രേലിയയുടെ കേസിൽ ലോൺ ഫുൾ എമൗണ്ട് നമുക്ക് കാണിച്ച് നമുക്ക് പ്രൊസീജിയർ മൂവ് ചെയ്യാൻ പറ്റില്ല. ഒരു മിനിമം 80% വരെ, നമുക്ക് മാക്സിമം 80% വരെ നമുക്ക് ലോൺ സ്റ്റുഡൻസിന്റെ കാണിക്കാൻ പറ്റുള്ളൂ. ബാലൻസ് ഓഫ് പെർസെൻറ്റേജ് എത്രയാണോ, ഇപ്പൊ 20 or 30% സ്റ്റുഡന്റിന് ഓൺ ഫണ്ട് തന്നെ കാണിക്കണം. ആ ഓൺ ഫണ്ടിന്
സോഴ്സും ഉണ്ടായിരിക്കണം. ക്ലാരിഫൈ ചെയ്യുന്ന സോഴ്സ് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സോഴ്സ് ഓഫ് ഫണ്ടും കാണിക്കണം. അതിപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു സെക്കൻഡറി ഓപ്ഷൻ പോലെ നിൽക്കുന്ന ഒന്നാണ് സ്പോൺസർഷിപ്പ്. ഇപ്പം അത് ഓൺ ഫണ്ട് കാണിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിലും ഈ ലോൺ കാണിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിലും ഒരു ഇത്ര പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് പേരൻസിന്റെ ഫാമിലി, അതായത് ഡയറക്റ്റ് ബ്ലഡ് റിലേഷൻ ഉള്ളവർക്ക്, ഇപ്പം ഫാദർ ആൻഡ് മദറിന്റെ വരുവാണെങ്കിൽ അവരുടെ സിബ്ലിങ്സ്, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ്, സ്റ്റുഡൻസിന്റെ ഗ്രാൻഡ് പേരൻസ്, അതായത് അച്ഛന്റെ വീട്ടുകാർക്കോ അമ്മയുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ സ്റ്റുഡന്റിന്റെ ഗ്രാൻഡ് പേരൻസിന് സ്റ്റുഡന്റിനെ സ്പോൺസർ ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെയും ഈ സ്പോൺസർ ചെയ്യുന്ന ലിസ്റ്റിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ ഫാദറിന്റെ എടുക്കുവാണെങ്കിൽ എന്റെ ഫാദറിന്റെ ഡയറക്റ്റ് സിബ്ലിങ്സിന് മാത്രമേ പറ്റുള്ളൂ. അവരുടെ ചിൽഡ്രൻസിന് എന്നെ സ്പോൺസർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ എന്റെ മദറിന്റെ എടുക്കുവാണെങ്കിൽ എന്റെ മദറിന്റെ സിബ്ലിങ്സിനെ എന്നെ സ്പോൺസർ ചെയ്യില്ല. അവരുടെ എന്റെ അമ്മയുടെ സഹോദരിമാർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അവരുടെ മക്കൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ് ബ്ലഡ് റിലേഷൻ വരുന്ന ടീമിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചിലർക്ക് ഇങ്ങനെ ഡൗട്ടിന്റെ കേസിൽ ഫണ്ട് അങ്കിളിന്റെ ആന്റിക്കും ഇല്ല, പക്ഷെ അവരുടെ മക്കളുടെ കയ്യിലുണ്ടെന്ന് പറയും. പക്ഷെ അങ്ങനത്തെ കേസിലാണെങ്കിൽ പോലും ഇഷ്യൂ ഉണ്ട്. അത് ഇപ്പൊ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ തന്നെ മിനിമം ഫണ്ട് അല്ല, കാണിക്കുന്ന ഫണ്ട് മിനിമം ഓഫ് 3 months മച്യൂരിറ്റി മീറ്റ് ചെയ്ത ഫണ്ട് ആയിരിക്കണം. ആ സോഴ്സ് ഇപ്പം ഇത്ര അക്കൗണ്ടിന് പെട്ടെന്ന് ഇന്ന ആളുടെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതാണെങ്കിൽ അത് ഇന്ന ആളുടെ പേരന്റ് ഇപ്പം എന്റെ അക്കൗണ്ടിലോട്ട് എന്റെ സിസ്റ്റർ ഇത്ര എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ സോഴ്സ് കാണിക്കേണ്ടത് എന്റെ സിസ്റ്റർ എന്തിനാണ് എനിക്ക് ആ ഫണ്ട് തന്നതെന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇഷ്യൂ വരും. അതുകൊണ്ടാണ് നോർമലായിട്ട് നമ്മൾ ഇവിടുന്ന് പറയുന്നത് ITR അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള സോഴ്സ് ഏതാണോ ഫണ്ടിന്റെ കാണിക്കുന്നത് അത് നമ്മൾ ക്ലാരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ട് മാത്രമേ കാണിക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫണ്ട് ഉണ്ട്, മച്യൂരിറ്റി മീറ്റ് ചെയ്യുന്നതാണ്, പക്ഷെ അതിന് സോഴ്സ് കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഫണ്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പാടാ അവർക്ക്. കാരണം അത് അവർ നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്നിടം വരെ അവരെ ചോദിക്കും. ഒരു പർട്ടിക്കുലർ ചിലപ്പോൾ നമ്മൾ ഇത്ര ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്താലും ആ പർട്ടിക്കുലർ അക്കൗണ്ടിൽ ഈ എമൗണ്ട് ഇങ്ങനെ വന്നു, ഇതിന് സോഴ്സ് ഇല്ല, ഈ സോഴ്സ് തരാൻ കാണിക്കാൻ പറഞ്ഞിട്ട് അവർ ചോദിക്കുള്ളൂ. അങ്ങനെ ഇഷ്യൂ വരും. അതേ സമയത്ത് ഒരു 3-4 months നമ്മൾ 4 years ആയിട്ട് നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഒക്കെ ഇട്ടിരിക്കുന്ന ഫണ്ടാണെങ്കിൽ ആ പ്രശ്നം അവിടെ ഇല്ല. ഇത് മോസ്റ്റ് പ്രോബബ്ലി എല്ലാ സ്റ്റുഡൻസും ഈ ലോൺ എടുക്കാൻ തന്നെ കാരണമാകുന്നത് ഈ ഒരു ഇഷ്യൂ കൊണ്ട് തന്നെയാണ്. സോഴ്സ് ഓഫ് ഫണ്ട് കാണിക്കാനില്ല. ലോണിന്റെ കേസിലാണെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലല്ലോ എന്നോർത്തോണ്ട് ഇങ്ങനെ വരാറുണ്ട്. കാരണം ഇപ്പൊ ലാൻഡിന്റെ സെയിലൊക്കെ ചെയ്ത ഒരാളാണെങ്കിൽ അവരുടെ ഫണ്ട് ഉണ്ട്, പക്ഷെ ഈ സോഴ്സ് പ്രോപ്പറായിട്ട് ചിലപ്പോൾ കാണിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം നമ്മുടെ സെയിലിൽ ലാൻഡിന്റെ പ്രോപ്പർട്ടിയുടെ ഒക്കെ സെയിൽ കാണിക്കുക നമുക്ക് അങ്ങനെ ഫണ്ടിന്റെ ഇതിൽ സോഴ്സിൽ അങ്ങനെ അധികം കാണിക്കാൻ പറ്റില്ലാത്തൊരു കേസാണ്. കാരണം അത് ഓസ്ട്രേലിയൻ അങ്ങനെ അധികം ഓസ്ട്രേലിയയുടെ ഇതിന് വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാറില്ല. അതേ സമയത്ത് ലോണിന്റെ കേസിലാണെങ്കിൽ അവിടെ വേറെ ഇഷ്യൂ ഒന്നുമില്ല. ലോൺ ലെറ്റർ പ്ലസ് ലോൺ സാങ്ഷൻ ലെറ്റർ പ്ലസ് ഡിസ്ബഴ്സ്മെന്റ് ലെറ്റർ, ഈ 2 ലെറ്റർ ബാങ്കിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഓക്കെ. അന്നേരമാണ് നമുക്ക് ഓസ്ട്രേലിയയുടെ നേരത്തെ ഒന്നും വലിയ ഇഷ്യൂസ് ഇല്ലായിരുന്നു, പക്ഷെ പുതിയ ഇതിനനുസരിച്ച് കമ്പൽസറി ആക്കി ഫുൾ എമൗണ്ട് ലോൺ എമൗണ്ട് കാണിക്കാൻ പറ്റില്ല. ഒരു ഇത്രയും പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് ഓൺ ഫണ്ട്, സ്റ്റുഡന്റിന്റെ ഓൺ ഫണ്ട് ഓർ സ്പോൺസർഷിപ്പ് ഫണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ കാണിക്കണം രീതിയിലോട്ട് വന്നത്. അപ്പം സ്റ്റുഡൻസ് നമ്മൾ നോർമലായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ലോൺ ആണ് ഉദ്ദേശിക്കുന്നത്, ലോൺ പറഞ്ഞോ. ഹലോ, ഒരു ഡൗട്ട്. ഹലോ, പറഞ്ഞോ. ഇതിപ്പോ ലാൻഡ് വിറ്റ് പറ്റില്ല, അപ്പൊ സ്വർണം അങ്ങനെയുള്ള എന്ത് വിറ്റ് കഴിഞ്ഞാലും ഇതിന്റെ ഇൻകം ഓഫ് സോഴ്സ് അപ്പൊ സ്വർണം വിറ്റതാന്ന് പറഞ്ഞ പോരാ? പറ്റത്തില്ല. അതിപ്പം ഗോൾഡ്, ഇത് പ്രോപ്പർട്ടി ഒക്കെ നമ്മൾ വിൽക്കുവാണെങ്കിൽ നമുക്കൊരു സെയിൽസ് ഡീഡ് അങ്ങനെ ഇത് വെച്ച് ഫണ്ട് കാണിക്കാന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ നമുക്ക് CA സർട്ടിഫിക്കേഷൻ വാല്യുവേഷൻ എടുക്കുവാണെങ്കിൽ പറ്റില്ല. കേൾക്കാവോ പറയുന്നത്? കേൾക്കുന്നുണ്ട് പറഞ്ഞു. അതായത് നമുക്ക് ക്യാഷിന്റെ ഓസ്ട്രേലിയൻ ഇതിന് അവർ പ്രയോറിറ്റി കൊടുക്കുന്ന ക്യാഷ് വാല്യൂവിന് തന്നെയാണ്. അപ്പൊ അവിടെ വരുമ്പോൾ അവിടെ ഗോൾഡ് അല്ലെ പ്രോപ്പർട്ടി വിറ്റതിന്റെ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം നമുക്കതൊരു ഇൻകം ആണെങ്കിൽ പോലും അവരത് ഇൻകം ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മള് ഫണ്ടിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യുന്ന സോഴ്സ് ITR സബ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെക്കുമ്പോൾ അതിന്റെ കൂടെ ഈ CA സർട്ടിഫിക്കേഷൻ CA വാല്യുവേഷൻ എടുത്തിട്ട് അതിന്റെ അകത്ത് വേണമെങ്കിൽ ഈ ഇത് കാണിക്കാൻ പറ്റും. ഇത്ര ലോൺ ഉണ്ട്, അല്ല ഇത്ര ഗോൾഡ് ഉണ്ട്, ഇത്ര പ്രോപ്പർട്ടി ഉണ്ടെന്ന്. അതിപ്പം വാല്യുവേഷൻ വരുമ്പോൾ ഫിനാൻഷ്യലി നമുക്ക് സ്ട്രെങ്ത് കൂട്ടുമെന്നല്ലാണ്ട്
ഇതൊരു നമുക്കൊരു സോഴ്സ് ഓഫ് ഇതായിട്ട് കാണിക്കാൻ പറ്റില്ല, ഇൻകം ആയിട്ട് കാണിക്കാൻ പറ്റില്ല. അത്യാവശ്യം കോംപ്ലിക്കേഷൻ ആണ് പോവാനെന്നർത്ഥം. ഈ ഫണ്ടിന്റെ ഈ കേസിൽ വരുമ്പം, കാരണം GTE ക്ലിയറൻസ് എന്ന് പറഞ്ഞ ഓസ്ട്രേലിയയുടെ ഇച്ചിരി പാടാണ്. പക്ഷെ ബാക്കി പ്രൊസീജിയർ എല്ലാം എളുപ്പമാണ്. ബാക്കി നമുക്ക് വേറെ ഇഷ്യൂസോ അങ്ങനെയൊന്നും വരാറില്ല. പക്ഷെ ഇതിന്റെ GTE ക്ലിയർ ചെയ്യുന്നതാണ് ഓസ്ട്രേലിയ ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ളത്. ഇപ്പൊ ഫണ്ടുള്ള സ്റ്റുഡന്റ് ആണെങ്കിലും ലോൺ ആണ് നോക്കുന്നത് പറയുവാണെങ്കിൽ, നമ്മളിപ്പോ നിങ്ങളുടെ അടുത്തൊരു സ്റ്റുഡന്റ് വരിക, അപ്പൊ ഓസ്ട്രേലിയ ആണ് നോക്കുന്നത്, ലോൺ വെച്ച് പോകാനാണ് ഇരിക്കുന്നത് പറയുവാണെങ്കിൽ, ഇപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്റ്റുഡന്റ് ആണ്, അത്യാവശ്യം ഫണ്ട് ഉണ്ടെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ പറയണം ലോൺ ഓക്കെയാണ്, പക്ഷെ നമുക്ക് ഫുൾ എമൗണ്ട് ലോൺ പറ്റില്ല, ഒരു ഇത്ര ലിമിറ്റഡ് എമൗണ്ട് മാത്രമേ ലോൺ കാണിക്കാൻ പറ്റുള്ളൂ, ബാലൻസ് ഓൺ ഫണ്ട് കാണിക്കണം എന്ന് പറയണം. അപ്പൊ നോർമലായിട്ട് സ്റ്റുഡൻസിന്റെ അടുത്ത് നമുക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങൾ സംസാരിക്കാൻ ഇച്ചിരി പാടാണ്, കാരണം അവർക്ക് ചിലപ്പോൾ അതിനെപ്പറ്റി വലിയ ഐഡിയാസ് ഇല്ലായിരിക്കും. അപ്പൊ നമ്മൾ പേരൻസുമായിട്ട് ക്ലിയർ ചെയ്ത് ക്ലാരിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ചില സ്റ്റുഡൻസ് നോർമലായിട്ട് ഇപ്പൊ സ്റ്റുഡൻസ് തന്നെ അവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അവർ തന്നെ എല്ലാ പ്രൊസീജിയറും മൂവ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്കും ഓക്കെയാണ്, കാരണം പേരൻസിനെ സ്റ്റുഡൻസ് ഇച്ചിരി ഇതാക്കി അവര് പേരൻസ് ആയിട്ട് സ്റ്റുഡൻസ് സംസാരിച്ചോളൂ എന്നൊരിത്. പക്ഷെ എന്നാ സംഭവിക്കുന്നത് ഇങ്ങനത്തെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ ഒരു ഇഷ്യൂ വരും, കാരണം സ്റ്റുഡന്റിന് ചിലപ്പം വലിയ ഐഡിയ കാണില്ലായിരിക്കും ഫിനാൻഷ്യൽ കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളത്. അപ്പം പേരൻസിനോട് സംസാരിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ലോണ് ഓക്കെ അതിങ്ങനെ രീതിയിൽ പോവാൻ മൂവ് ചെയ്യാന്നൊക്കെ ആയിരിക്കും അവർ ചിലപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിന്റെ അകത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അത് ഈ ഫണ്ട് ഈ ലോൺ കാണിക്കുന്നതിന്റെ കൂടെ ഒരു ഇത്ര എമൗണ്ട് ഓൺ ഫണ്ടും വരും. ഓൺ ഫണ്ട് എന്ന് പറയുന്നത് പേരൻസിന് അല്ലെങ്കിൽ സിബ്ലിങ്സിന്റെ ആ കാറ്റഗറിയിൽ ആരുടെയും അത് അവരുടെ ഇപ്പം ഞാൻ എന്റെ വെക്കുന്ന എന്റെ ആവശ്യത്തിന് വേണ്ടി എന്റെ അമ്മയുടെ സഹോദരനോ അല്ലെങ്കിൽ സഹോദരിയോ എനിക്ക് ഫണ്ട് സ്പോൺസർ ചെയ്യുന്നത് വെച്ചു, അവരുടെ സോഴ്സിന്റെ ആ ഫണ്ടിന്റെ സോഴ്സ് കാണിക്കണം എനിക്ക്. അവരുടെ ITR, ഇപ്പൊ അവര് ഇന്ത്യയിലുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ITR കാണിക്കണം, അല്ലെങ്കിൽ അവർ എബ്രോഡ് ഉള്ളവരാണെങ്കിൽ അവരുടെ അവിടുത്തെ സാലറി സ്ലിപ്പ് NRI പ്രൊസീജിയർ അവരുടെ കേൾക്കുന്നില്ല. ആ ഡോക്യുമെന്റ് സഹിതം ഞാനെല്ലാം ചെയ്യണം. പിന്നെ എന്റെ വീണ്ടും ബ്രേക്ക് പ്രൂഫ് ചെയ്യാൻ ഞാൻ അവിടെ. ഇപ്പൊ അതുപോലെ തന്നെ പേരന്റും ആരാണോ എന്നെ സ്പോൺസർ ചെയ്യുന്നത് അവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പ്രൂഫ് ചെയ്യുന്നതും നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യാവോ? ഇപ്പോഴും ഇടക്കിടക്ക് ബ്രേക്ക് ആയിരിക്കുന്നുണ്ട്, ഇടക്കിടക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ബ്രേക്ക് ആയി പോയായിരുന്നോ? ചുരുക്കം പറഞ്ഞാൽ ITR അടക്കുന്ന കയറാൻ പറ്റുള്ളൂ എന്നർത്ഥം. നമുക്ക് സോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സോഴ്സ്, ഫണ്ടിന്റെ സോഴ്സ്, അതാണ് ക്ലിയർ പോയിന്റ് എന്ന് പറയും. സോഴ്സ്, ഫണ്ടിന്റെ സോഴ്സ് കാണിക്കാൻ പറ്റുന്ന ഒരു ഇത്. പിന്നെ ലോണിന്റെ കേസിലാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഇത്ര എമൗണ്ട് നമ്മൾ എങ്ങനെ വന്നാൽ കാണിക്കണം. ആ ഒരു സോഴ്സ് ഓഫ് ഫണ്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നവർക്കാണ് നമുക്ക് പ്രൊസീജിയർ ക്ലിയർ ആയിട്ട് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത്. വോയിസ് ഭയങ്കരമായിട്ട് ബ്രേക്ക് ആവുകയാണോ? ഓസ്ട്രേലിയയുടെ ഏജ് ലിമിറ്റ് അല്ലേ? ഏജ് ലിമിറ്റ് നമുക്ക് ഓസ്ട്രേലിയയുടെ കേസിൽ നോർമലായിട്ട് ഏജ് ലിമിറ്റ് ഇല്ല. ഏജ് ലിമിറ്റ് ഇല്ലാത്തൊരു കൺട്രിയാണ് ഓസ്ട്രേലിയ. പക്ഷേ അവിടെ വേറൊരു ഇഷ്യൂ അപ്പം കയറി വരും. ഇപ്പം ഏജ് ലിമിറ്റ് എന്ന് പറയുന്ന ഏജിന്റെ ഒരു കേസ് ഇപ്പം മാറി നിന്നാലും ഇപ്പം അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കന്റ് ഒരു മാരീഡ് കപ്പിൾ അല്ലെങ്കിൽ ഒരു സ്പൗസിനെ കൂട്ടി പോകാനുള്ള ഫാമിലി കിഡ്സിനെ കൂട്ടിക്കൊണ്ട് പോകാനുള്ളതാണെങ്കിൽ അവിടെ യൂണിവേഴ്സിറ്റി ഫാമിലിയുടെ ഫുൾ ഡീറ്റെയിൽസ് ചോദിക്കും, ഹസ്ബൻഡിന്റെ ക്വാളിഫിക്കേഷൻസ് ചോദിക്കും, സ്റ്റുഡന്റ് അപ്പം കിഡ്സ് ഉണ്ടെങ്കിൽ അവരുടെ
ഏജ് സഹിതം അവർ കാൽക്കുലേറ്റ് ചെയ്യും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബിലോ 5 ആണെങ്കിൽ കുഴപ്പമില്ല. 5 വയസ്സ് താഴെയുള്ള ഒരു ഫാമിലി കുഞ്ഞുള്ളൊരു ആളാണെങ്കിൽ കുഴപ്പമില്ല, അവിടെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. അല്ല 5 ഇയർ എബോവ് ആണെങ്കിൽ അവിടുത്തെ 5 വയസ്സെന്ന് പറയുന്നത് അവിടെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം പീരീഡാണ്. അപ്പൊ ഇവിടുന്ന് 5 വയസ്സുള്ള ഒരു കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെയാണ് പിന്നെ ആ കുട്ടി അവിടെയാണ് പഠിച്ചിതാണ്ടേ. എക്സ്പെൻസ് ആണ് ആ കുട്ടി എന്ന് പറയുന്നത്. നോർമലി അങ്ങനെയുള്ളത് അധികം അവരങ്ങനെ ടോളറേറ്റ് ചെയ്യാറില്ല. ടോളറേറ്റ് അങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല. കേസ് അവിടെ ഹൗസിന് ഇഷ്യൂ ഇല്ല. പക്ഷെ ഈ കിഡ്സിന് ബിലോ 5 ആണെങ്കിൽ കുഴപ്പമില്ല. എബോവ് 5 ആണെങ്കിൽ അവിടെ അവിടെ അക്കാഡമിക്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം പീരീഡ് ആണ്. അപ്പൊ അതിന്റെ അവിടെ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നതുകൊണ്ട് ഒരു വിസ റിജക്ഷൻ ചാൻസ് ഉണ്ട്. ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല, നമുക്ക് 100% അഷുറൻസും പറയത്തില്ല. ചില കേസിൽ ഓക്കെ ആണ്, ക്ലിയർ ആയി പോവും. ചിലരുടെ കേസ് ചിലപ്പോൾ അത് ക്ലിയർ ആയെന്ന് വരത്തില്ല. അങ്ങനെ വരും. ഗ്യാപ്പ് അക്സെപ്റ്റബിൾ ആണ്. പ്രോപ്പർ പ്രൂഫ് വേണം അവിടെ. സ്റ്റുഡന്റ് എന്തുകൊണ്ടാണ് അത്രയും ഗ്യാപ്പ് വന്നത്? ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ടാണെങ്കിൽ അത്ര നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം +2 കഴിഞ്ഞിട്ട് ഒരു ഇത്ര ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ 2-3 ഇയേഴ്സ് ഒക്കെ ഗ്യാപ്പ് ഒക്കെ മാക്സിമം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെ ഡിപ്പെൻഡ് ഓൺ കോഴ്സ്, ചിലപ്പോൾ അത് പറ്റില്ലാതെ വരും. നഴ്സിംഗ് ഒക്കെ നോക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഈ 1-2 ഇയേഴ്സ് ഒക്കെ മാക്സിമം ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്തുള്ളൂ. കാരണം ഈ +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് നോക്കിയിട്ടായിരിക്കും ചില പിള്ളേരൊക്കെ ഇതിന് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ അപ്പം എൻട്രൻസ് എഴുതിയിട്ട് സ്റ്റുഡന്റ് ആണെങ്കിൽ എൻട്രൻസ് എഴുതിയതിന്റെ പ്രൂഫ്, എൻട്രൻസ് പഠിച്ചതിന്റെ ഇപ്പം എവിടെയെങ്കിലും പർട്ടിക്കുലർ അക്കാദമിയിൽ പഠിച്ചതാണെങ്കിൽ ആ അക്കാദമിയിൽ പഠിച്ചതിന്റെ പ്രൂഫും പിന്നെ ഈ എൻട്രൻസ് ടിക്കറ്റ് എൻട്രൻസിന്റെ റിസൾട്ടിന്റെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യും. അതുകൂടാതെ അത് സ്റ്റുഡൻസിന്റെ ഡിഗ്രി എക്സ്പീരിയൻസ് അക്സെപ്റ്റബിൾ ആണ്. അപ്പൊ കൂടെ സാലറി സ്ലിപ്പ്, പാർഷ്യൽ ഫീ പേയ്മെന്റ് പറ്റില്ല. ഓസ്ട്രേലിയയുടെ കേസിൽ നമ്മൾ ഫീ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇത് മീറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം ഫുള്ള് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഫീസ് ഫുൾ സബ്മിറ്റ് ചെയ്യുന്ന വെച്ചാൽ ഫീ പേയ്മെന്റ് ചെയ്തതിന്റെ നമ്മൾ വിസ സബ്മിഷൻ സമയത്ത് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. നമുക്ക് പറയുന്നത് മീറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ്. അതിന് മുമ്പ് നമ്മൾ ഒരു സ്റ്റുഡന്റിനെ ഇപ്പൊ ജാനുവരി പോകണം അല്ല ഫെബ്രുവരി പോകണേ ഇത്ര എമൗണ്ട് ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യാൻ ചെയ്തിട്ടാണ് ബാലൻസ് പേയ്മെന്റ് ഇൻക്ലൂഡിംഗ്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നോ? വോയിസ് ക്ലിയർ ആയില്ലായിരുന്നോ? പാർഷ്യൽ ഫീ പേയ്മെന്റിന്റെ കേസാണ് ഞാനിപ്പോ പറഞ്ഞത്. അത് പറ്റില്ല കേട്ടോ. അത് കംപ്ലീറ്റ് നമ്മൾ ഫുൾ പേയ്മെന്റ് ചെയ്യണം. നമുക്ക് ഫസ്റ്റ് ഓഫർ ലെറ്ററിന്റെ അകത്ത് നമുക്ക് എപ്പോഴും ഒരു ടൈം പീരീഡ്, പർട്ടിക്കുലർ ടൈം പീരീഡ് തരും. ആ ടൈം പീരീഡിൽ നമ്മൾ ഫസ്റ്റ് കണ്ടീഷണൽ പേയ്മെന്റ് എത്രയാണ് വരുന്നത് അത് പേയ്മെന്റ് മീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ബാലൻസ് പേയ്മെന്റ് ചെയ്തിട്ട് ആ പേയ്മെന്റ് റെസീപ്റ്റോട് കൂട്ടിയാണ് നമ്മൾ വിസ ആപ്ലിക്കേഷന് വെക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? നെക്സ്റ്റ് ഗ്യാപ്പ് അക്സെപ്റ്റബിൾ. ഗ്യാപ്പിന് ഞാനിപ്പോ ഒന്ന് പറഞ്ഞായിരുന്നു. ഗ്യാപ്പിന്റെ കേസ് ഞാനിപ്പോ ഓൾറെഡി ഒന്ന് പറഞ്ഞായിരുന്നു. ഗ്യാപ്പ് +2 കഴിഞ്ഞാണെങ്കിലും കോഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഗ്യാപ്പിന്റെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന ലിമിറ്റ് ഉണ്ട്. പിന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്കാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പ്രൂഫ് ഓഫ്
ഗ്യാപ്പിൻ്റെത് പ്രൂഫ് കാണിക്കാൻ പറ്റുന്നതാണ്. വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഗ്യാപ്പിന്റെ കുഴപ്പമില്ല, അക്സെപ്റ്റ് ചെയ്യുവര്. മോസ്റ്റ് പ്രോബബ്ലി കോഴ്സ് തന്നെ അവൈലബിൾ ആണ്. നമുക്ക് ഡിപ്പെൻഡ് ഓൺ സ്റ്റുഡന്റ് ആണ് നമ്മൾ കോഴ്സ് എടുത്ത് കൊടുക്കുന്നത്. പർട്ടിക്കുലർ കോഴ്സുകളൊന്നും പ്രത്യേകം പറയാനൊന്നുമില്ല. റിലേറ്റഡ് കോഴ്സുകളാണെങ്കിലും ഹെൽത്ത് നഴ്സിംഗ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് നഴ്സിംഗിന്റെ മാനേജ്മെന്റ് റിലേറ്റഡ് കോഴ്സുകൾ, പിന്നെ PGCK എന്ന കുറെ സ്റ്റുഡൻസ് നമുക്ക് അങ്ങനെ ഒഡിബിളാണ്. ഞാൻ പെർസെന്റേജ് ഓഫ് മാർക്ക് ഡിപ്പെൻഡ് ഓൺ ദി കോഴ്സ് ആണ് പറയാറുള്ളൂ. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും കാരണം ഇതിപ്പോ നമുക്ക് പറയാനാണെങ്കിൽ നമുക്ക് കുറെ ഇതുണ്ട്. നമുക്ക് ഡിപ്ലോമ കോഴ്സ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്, ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചാറ്റ് ബോക്സിൽ ചോദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വോയിസ് ചെയ്ത് പറഞ്ഞാൽ മതി. കാരണം നമുക്ക് 3:30 വരെയാണ് പറഞ്ഞത് ടൈമേ. അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മൾ അത്ര താമസിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ 45 വരെ ഇതായത്. അപ്പം ഡൗട്ട്സ്, വേറെ ക്ലിയറൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യുവാണ് ഞാൻ. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്ത് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മളെ കൗൺസിലിംഗ് ടീം ഉണ്ട്, അവരോട് ചോദിച്ചാൽ മതി, അവർ ക്ലാരിഫൈ ചെയ്ത് തരും. സോ once again, thank you all for joining the meeting. Thank you.